അപ്പൊ ഞാൻ പോട്ടോ. ഇത് ഞാൻ വരണം. വരേണ്ട ആവശ്യമില്ല, പൊക്കോളൂ. എന്റെ പൊന്നമ്പുകാച്ചി, ഇത് വേറൊരു അത്യാവശ്യ കാര്യത്തിനാണ്. ചതുങ്ങട്ടാ അങ്ങനെ വലിയ വ്യത്യാസമൊന്നും കാണണ്ടേ? ഇതെനിക്ക് സാരി വാങ്ങിക്കാൻ. എടി മൂദേവി, കാലം കോഴി, നീ കാരണം ഞാൻ പിറ്റുന്നുണ്ട് പടി. എന്റെ പൊന്നു കാട്ടയല്ലേ, എന്റെ പൊന്നു കാട്ടയല്ലേ. നിങ്ങൾ എന്തിനാ മനുഷ്യ ഇങ്ങനെ സമ്പാദിച്ചു കൂട്ടുന്നത്? ചാവുമ്പോ കൊണ്ടുപോകൂ. ഓ, ഒരു സമ്പാദ്യക്കാരൻ വന്നിരിക്കുന്നു. എടി മൂദേവി, കാലം കോഴി, നീ കാരണം ഞാൻ പിറ്റുന്നുണ്ട് പടി. എനിക്ക് എന്തായാലും ഒരു സാരി വാങ്ങിക്കണം. ഈ 50 രൂപ കൊണ്ട് സാരി വാങ്ങിക്കാൻ തികയത്തില്ല. ഞാൻ ഈ ചെയിൻ പണി വെച്ചിട്ട് സാരി വാങ്ങിക്കും. അമ്പൂജ, അമ്പൂജ, എടി പൂജം, എടി പണം വെച്ചാണെങ്കിൽ എന്റെ അടുത്ത് ഇവിടെ പണം വെച്ച് പൊട്ടാ. എനിക്ക് നിങ്ങളൊരു കാര്യം പറയാൻ. അച്ഛനൊന്ന് പദവില്ലാത്ത മുഖവരിയോട് കൂടിയാണല്ലോ. പ്രാധാന്യമുള്ള കാര്യങ്ങൾ കാണുമ്പോൾ ഗൗരവമുള്ള മുഖവരാണ്. ഇത് ഒരു ഗൗരവമുള്ള കാര്യമാണ്. രഘുവിനെ പറ്റി നിന്റെ അഭിപ്രായം എന്ത്? നല്ല മനുഷ്യൻ, നല്ല മദ്യപാനി. മദ്യപാനം നല്ലതാണെന്നുള്ള അഭിപ്രായം അച്ഛനില്ല. രഘു എന്ന വ്യക്തിയെ കുറിച്ചുള്ള മോളുടെ അഭിപ്രായമാണ് അച്ഛൻ ചോദിക്കുന്നത്. നല്ല അഭിപ്രായമാണ് മോളെ. രഘു മദ്യപാനിയല്ലായിരുന്നു. ജീവിതത്തിലെ ചില തിരിച്ചടികൾ അവൻ മദ്യപാനിയാക്കി. ഇന്നവൻ ജീവിതം കൊണ്ട് ചൂതാടുകയാണ്. അവന്റെ വളർച്ചയും തളർച്ചയും കണ്ട എനിക്ക് അതിൽ വിഷമമുണ്ട്. അവൻ രക്ഷിക്കണം. മാർഗം ഉണ്ടെങ്കിൽ രക്ഷിക്കണം അച്ഛാ. എന്തിനു മടിച്ചു നിൽക്കുന്നു? മടിയൊന്നുമില്ല മോളെ, നീയാണ് അതിനുള്ള മാർഗം. ഞാനോ? അതെ, നീ അവനെ വിവാഹം കഴിക്കണം. സ്നേഹമുള്ളൊരു പെണ്ണിന്റെ സാമീപ്യമുണ്ടെങ്കിൽ രഘു രക്ഷപ്പെടും. പറയൂ മോളെ, തുറന്നു പറയൂ. അച്ഛന്റെ അടുത്ത സുഹൃത്തായ ഒരാളുടെ മകനെ രക്ഷപ്പെടുത്താനുള്ള താല്പര്യം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ പറയൂ, തുറന്നു പറഞ്ഞോളൂ. അദ്ദേഹത്തോട് എനിക്ക് താല്പര്യമുണ്ട്, സഹാനുഭൂതിയുണ്ട്. പക്ഷേ അതിലൊന്നും പോരല്ലോ ഒരാളെ ഭർത്താവായി തെരഞ്ഞെടുക്കാൻ. പോരാ പോരാ, അവനവന്റെ സങ്കല്പത്തിലുള്ള ആളുകൂടിയായിരിക്കണം. രവിചേട്ടൻ എനിക്ക് അങ്ങനത്തെ ഒരാളല്ല. അച്ഛൻ എന്നോട് ക്ഷമിക്കണം. ഞെക്കിപ്പഴിപ്പിച്ച മാമ്പഴത്തിന് സ്വാദ് കുറയുമെന്ന് എനിക്ക് അസലായി അറിയാം. ഞാൻ ഒരിക്കലും നിന്നെ നിർബന്ധിക്കില്ല. സ്വന്തം മനസാക്ഷിക്കെതിരായി പ്രവർത്തിക്കാൻ ഞാൻ എന്റെ മക്കളെ പഠിപ്പിച്ചിട്ടില്ല. നിനക്കുള്ള എന്റെ സാരിയാണ്. എന്താ ഇന്ന് പതിവില്ലാത്ത പോലെ സുമതിക്ക് വേണ്ടി ഷോപ്പിംഗ് എല്ലാം നടത്തിക്കളയാന്ന് കരുതിയത്? എന്റെ ഒരു സുഹൃത്ത് ഒരു ടെക്സ്റ്റൈൽ ഷോപ്പ് തുടങ്ങിയിട്ടുണ്ട്, ബ്യൂട്ടി സ്റ്റോഴ്സ്. എന്തെങ്കിലുമൊക്കെ എടുക്കാൻ നിർബന്ധിച്ചു. ഞാൻ 2 സാരി എടുത്തു. അല്ലാതെ അനിയത്തിയോടുള്ള സ്നേഹം കൊണ്ടല്ല അല്ലേ? നീ പോടി അവിടെ. സ്നേഹം കാണിക്കുന്ന സാരി സെലക്ഷനില്ല കേട്ടോ. ഞാൻ എത്ര നല്ല സാരി സെലക്ട് ഉണ്ടെന്ന് പോലെ എവള് പറയും മഹാബോറാണ്. എവള് പോയി പരമ തല്ലിപ്പൊളി എടുത്തുകൊണ്ടിരും. എന്നിട്ട് പറയുന്നത് കൊണ്ടാ ചോട്ടാ അങ്ങനെ ഏട്ടാ അങ്ങനെ ഏട്ടാ ഭയങ്കര പോലത്തിലായി. അത് സ്ത്രീകളുടെ പൊതുവെയുള്ള സ്വഭാവമാണ്. എങ്ങനെ ഇരിക്കുന്നു നീ ഒന്ന് പറ, എന്റെ അഭിപ്രായം കേൾക്കാം. ഞാൻ എന്താണെന്ന് വെച്ചാ പറഞ്ഞത്, നീ ഒരു കാര്യം ചെയ്യും, ഇതുപോലെ മടക്കിയിട്ട് അവിടെ തിരിച്ചു കൊണ്ട് നിനക്ക് ഇഷ്ടമുള്ള സാരി വാങ്ങിച്ചു. കാശ് കൊടുത്തിട്ടില്ലേ ഞാൻ തല്ലു കൊണ്ടേണ്ടി വരുമോ? എന്താ നീ അങ്ങ് അത്ര കിടക്കാടി? തല്ലേ ഞാൻ തിരിച്ചടിക്കും. സാറെന്നെ വിളിച്ചോ? പോവാം സാറേ. എങ്ങോട്ട്? എങ്ങോട്ട് വേണമെങ്കിലും പോവാം. ഹോട്ടലിലേക്ക് വരൂ. ശരി, പോകാം. കാശുണ്ടോ? ഏത് കാശ്? ഏത് കാശുണ്ടോ? അല്ല, കാര്യം കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഏത് കാശെന്ന്? കാശെടുക്കണോ? അതേ, നീ ഹോട്ടലിലേക്ക് വന്നില്ലല്ലോ.
ഹോട്ടലിലേക്ക് മര്യാദ കാശെടുക്കാനാ പറഞ്ഞത്. ആൾക്കാർ പോകുന്നുണ്ട്, വിളിച്ചു വെള്ളം ഉണ്ടാക്കിയാൽ തന്നെ മാനം പോകും. അയ്യോ സാറെന്നെ വിളിച്ചോ? എന്താ ഒന്നും അറിയാൻ വയ്യാത്ത പോലെ നോക്കുന്നത്? പോവാൻ സാറേ. എങ്ങോട്ട്? എങ്ങോട്ട് വേണമെങ്കിലും പോവാം. ശരി. കാശെടു സാറേ. കാശ്? കാശൊന്നു അല്ല. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, മര്യാദയ്ക്ക് എന്റെ കാശ് തരുന്നതാണ് നല്ലത്. ആള് വരുന്നുണ്ട്, വിളിച്ചൂടി വെള്ളം ഉണ്ടാക്കി ഞാൻ മാനം കിട്ടും. എനിക്ക് ആകെയുള്ള സ്വത്താണ് ഇവര് രണ്ടുപേരും. ചെറുപ്പത്തിലേ അവരുടെ അച്ഛൻ മരിച്ചു. അതൊക്കെ ഇപ്പൊ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അതൊന്നും ലിഖില്ലേ മക്കളെ? ആ അതാ അവള് വരുന്നത്. മോളെ ഇവിടെ വാ. നോക്കട്ടെ. ഇദ്ദേഹം നിന്നെ കാണാൻ കാത്തിരിക്കുകയായിരുന്നു മോളെ. എന്റെ മോൻ ഈ പെണ്ണിനെ തന്നെ വേണമെന്ന് പറഞ്ഞ് വാശിപ്പിടിച്ചത് വെറുതെ അല്ലാതെ ഇപ്പൊ എനിക്ക് ഏതാണ്ട് മത്സരം കിട്ടി. അതിന് അവനിവളെ എവിടെ വെച്ച് കണ്ടു? കാണാൻ കൊള്ളാവുന്ന പെൺകുട്ടികളെ ചെറുപ്പക്കാർ അവരെ എവിടെങ്കിലും വെച്ച് കണ്ടുകൂട്ടോളും അല്ലേ മോള്? അപ്പോ ഞാൻ അറിയട്ടെ, ഇനി അധികം താമസിക്കണ്ട, നല്ല അടുത്ത മുഹൂർത്തത്തില് കല്യാണം നടത്താം. എന്താ ഏറ്റവും രാജു? ഈശ്വരാനുഗ്രഹം. ഒരു നല്ല ബന്ധമാ മോനെ. നീ എന്തിനാ ഇപ്പോൾ അവളെ ഇങ്ങോട്ട് വിളിക്കണത്? ഇവർ തമ്മിൽ എവിടെ വെച്ച് കണ്ടുമുട്ടിന്ന് അറിയണമല്ലോ. ചേച്ചി ഒന്ന് ഇങ്ങോട്ട് വാ. ഇവിടെ ആണായിട്ട് ഞാൻ ഒരുത്തനുള്ളപ്പോ ചേച്ചി തന്നെ ചെറുക്കനെ അന്വേഷിച്ച് കണ്ടുപിടിച്ചല്ലേ? മനുഷ്യത്തെ മാന്ന് കെടുത്തില്ല കേട്ടാ. ഇത് കണ്ടോ അമ്മ അവൻ പറയുന്നത്? ഞാൻ ആരെയും കണ്ടുപിടിക്കാനൊന്നും നടന്നില്ല. എന്നാ വേണ്ട, അങ്ങനെ ചേച്ചിയെ കണ്ടുപിടിച്ചു. അമ്മേ ഈ ഒന്ന് വായടച്ച് വെറുതെ ഇരിക്കടാ. ഇതുവഴി ഒരു പെൺകുട്ടി വന്നോ? ഏത് പെൺകുട്ടി? നീല കണ്ണുകളുള്ള സാരി ഉടുത്തിട്ടുണ്ടോ? സാരി ഉടുത്തിട്ടുണ്ട്. മുടി കെട്ടിവെച്ചിട്ടുണ്ട്. കയ്യിൽ കുട അല്ലെങ്കിൽ കുടയില്ല. ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് കാണണം. ആ കണ്ണുകളിൽ കവിതയുണ്ട്, ആ നടത്തത്തിൽ നൃത്തമുണ്ട്, സ്വരത്തിൽ സംഗീതം. സ്വരം ഞാൻ കേട്ടിട്ടില്ല. എനിക്ക് ആ സ്വരം ഒന്ന് കേൾക്കണം. പ്രത്യേകിച്ച് തൊഴിലൊന്നുമില്ല അല്ലേ? ഇതൊക്കെ തന്നെ എന്റെ തൊഴിൽ. വായി നോക്കി നടപ്പേ. എന്നിട്ട് പോക്കിന് പോടോ. അന്വേഷിക്കാൻ കണ്ട ഒരു കാര്യം വന്നിരിക്കുന്നു. കമലെന്നല്ലേ പേര്? അല്ല. ഷോ കണ്ട കമലയാണെന്നേ തോന്നുന്നു. അതേ ഛായ. നമ്മുടെ ഭരതേട്ടൻ അനിയത്തിയാണല്ലേ? അല്ലെന്നല്ല പറഞ്ഞത്. ചന്ദ്രികയാണല്ലേ? What a beautiful name. സാറെന്നെ വിളിച്ചോ? പോവാം സാറേ. എങ്ങോട്ടാ? സാറിന് അറിഞ്ഞുകൂടാത്ത പോലെ എങ്ങോട്ട് വേണമെങ്കിലും പോകാം. അന്ന് നിന്നെ ഞാൻ കാണുമ്പോഴൊരു അല്ലിത്താമര മുട്ടല്ലേ, ഇന്ന് നിന്നെ ഞാൻ കാണുമ്പോഴൊരു വെള്ള താമര പൂവല്ലേ. അടിമെല്ലെ പൊങ്ങടി മെല്ലെ താഴടി നിന്നെ ഞാനൊന്ന് കാണട്ടെ. അടിമെല്ലെ പൊങ്ങടി മെല്ലെ താഴടി നിന്നെ ഞാനൊന്ന് കാണട്ടെ. ആളെ ഉപദ്രവിക്കാതെ പോടാ. അറിവും തലവാൾ ഗത കൊണ്ടടിപ്പേൻ പോർക്കളത്തിൽ താണേ ഉണ്ട് വാളാൽ വെട്ടി തൂളാക്കിടുവേൻ. തൂളാക്കൊന്ന് പോ. പണ്ടാറടക്കാൻ ചായ കുടിക്കാൻ കാശില്ല. ചായ കുടിക്കാൻ കാശ് മതി പോ.
എന്താ മോളെ എന്ന് പുറത്തൊന്നും പോയില്ലേ? ഇല്ല, ഞാൻ ആ തൊഴിൽ മതിയാക്കി. അതേതായാലും നന്നായി. കൈക്ക് കരുത്തുള്ള വല്ല ചെറുപ്പക്കാരും അടിച്ച് നിന്റെ എല്ലാം ഒടിച്ചേരി. ആട്ടെ, ഇപ്പോഴങ്ങനെ തോന്നാൻ വല്ല പ്രത്യേക കാരണം ഉണ്ടായോ? നീ എന്തിനാ കരയുന്നു? നിന്നെ ആരെങ്കിലും വല്ലതും ചെയ്തു? ആര്? വർക്ക്ഷോപ്പിലെ ഗോപിയായിട്ട്. ആളറിയാതെ കളിക്കാൻ നിന്നിട്ടല്ലേ? ചൂണ്ടിയ വിരലിൽ നിന്ന് തല്ലുന്നവനാ അവൻ. ആട്ടെ, അവൻ നിന്നെ തല്ലിയോ? തല്ലേറ്റത് ശരീരത്തിലല്ല ആശാനെ, മനസ്സിലാണ്. നീ വല്ലതും കഴിച്ചോ? ഇല്ല. എന്നാ വാ, നമുക്ക് വല്ലതും കഴിക്കാം. എനിക്ക് വേണ്ട, വിശക്കുന്നില്ല. Okay, right. ആ, നിന്റെ കാര്യം ഞാൻ പെട്രോൾ ബങ്കിലെ മാനേജരോട് പറഞ്ഞിട്ടുണ്ട്. 2 ദിവസത്തിനും ശരിപ്പെടുത്താമെന്നാ പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ഇവിടെ ജോലി ചെയ്താൽ നിനക്ക് ആവശ്യത്തിന് പണം ഉണ്ടാക്കാം. ബങ്ക് ജോലി ചെയ്താൽ എന്ത് കിട്ടാനാ? പക്ഷേ എന്റെ ഉദ്ദേശം ഗോപിക്ക് അറിയാവുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ നിർബന്ധിക്കാതെ. നിന്റെ ഉദ്ദേശം നടക്കാൻ പറ്റിയ സ്ഥലം പെട്രോൾ ബങ്ക് തന്നെ. നിരവധി കാറുകൾ വന്നു പോകുന്ന സ്ഥലമല്ലേ? ശരി, ഇന്നലെ വൈകിട്ട് കൊണ്ടുവന്ന് തിരിയാൻ്റെ കാറുണ്ടായി. അതേപോലെയാണ്, പ്രശ്നമില്ല. അവിടെ ജോലി പോയി, എന്താ ഇനി ചെയ്യേണ്ടതെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല ആശാനെ. നീ വിഷമിക്കാതിരിക്കെ. വായ കീറിയ ദൈവം എരയും തരും. ഇത്ര പെട്ടെന്ന് ഈ ജോലി അവസാനിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എന്തെങ്കിലും ഒരു ജോലി കിട്ടിയില്ലെങ്കിൽ ഞാൻ വിഷമിച്ചു പോകും. ശരി, ഞാനൊന്ന് അന്വേഷിക്കട്ടെ. ആശാന് പരിചയമുള്ള ഏതെങ്കിലും വീട്ടിൽ ഞാൻ വേലക്കാരിയായി നിന്നോളാം. അതൊക്കെ മാനക്കേടിനെ കുറിച്ചാണോ ആശാൻ ആലോചിക്കുന്നത്? അല്ല മോളെ, മോള് വീട്ടിൽ പോ. ഞാൻ എവിടെയെങ്കിലും ജോലി ശരിയാക്കാം. വിടാൻ മനസ്സില്ല. വിടാൻ മനസ്സില്ലെന്ന് പറഞ്ഞില്ലേ? ഈ കൈ ഞാൻ വിടണമെങ്കിൽ നീ അന്നെന്റെ വാങ്ങിച്ച പൈസ ഇങ്ങോട്ട് തരണം. എന്റെ പൈസ ഇല്ല. പൈസ ഇല്ലെങ്കിൽ വേണ്ട, നീ എന്റെ കൂടെ വന്നാ മതി. എന്താ സാവിത്രി? ആശാനെ, ഇയാള് എന്താ കുഴപ്പമെന്താ? താനാരോടോ ചോദിക്കാൻ? ഒന്ന് അറിയാൻ വേണ്ടി ചോദിച്ചു പോയതാണ്. എന്താണ് അറിയാൻ വേണ്ടി ചോദിച്ചോ? അടിച്ച് എന്റെ പല്ലിയാൻ തെറിപ്പിക്കും. ഒരു ചവിട്ടി വെച്ചെന്നാലുണ്ടല്ല, ഒരു കാര്യം അന്വേഷിക്കാൻ വന്നിരിക്കണം. വയസ്സ് കാലത്ത് എനിക്ക് ഇതിനൊന്നും വയ്യ മോനെ. പക്ഷേ മോളകത്തേക്ക് പോ. എടാ, നിനക്ക് പോകാനായി. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് കച്ചവടം ഒന്നും നടന്നില്ലായിരിക്കും. വായിലൊരു നാക്കുണ്ടായിരുന്നു, വീട്ടിൽ വെച്ചിട്ടാണോ വന്നത്? ഞാൻ കാര്യം എന്താ വെച്ചാൽ വേഗം പറഞ്ഞു തൊലക്കടി. എങ്ങനെ പറയണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നിനക്കോ? എടി പെണ്ണേ, എല്ലാ ആണുങ്ങളും നിന്നെ പോലുള്ളവരും ആരെ കണ്ടാ മയങ്ങി വീഴുമെന്നല്ലയോ നീയൊക്കെ പറയുന്നേ? ചില അലവലാദികൾ കാണും, പക്ഷേ എന്നെ അതിന് കിട്ടുകയല്ല. എല്ലാം സമയം കളയാതെ പോയി വേറെ ആളെ തന്നെ വിളിക്കും. ഓടിയെവിടുന്ന് എടി പോവാൻ. എത്ര വേണം? 3 രൂപയല്ലേ?
എന്ത് പറ്റി? ഒന്നുമില്ല.